യേശുവിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സ്വയം പരിത്യജിക്കൽ സംഭവിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ നോ പറയുമ്പോഴാണ്. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ മേലധികാരികൾ അല്ലെങ്കിൽ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഞാൻ എന്നോട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളോട്, എൻ്റെ ഇഷ്ടങ്ങളോട് നോ പറയാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പരിത്യജിക്കൽ ആരംഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നോട് യേസ് പറയുന്നതിനേക്കാൾ നോ പറയുന്നതിൻ്റെ അവസരങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ പരിത്യജിക്കലിൻ്റെ അളവും കൂടുകയാണ്. അവസാനം സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് പരിപൂർണമായിട്ട് നോ പറയുന്ന ഒരവസരമാണ്. ഈശോയോട് ഞാൻ എപ്പോഴും യേസ് മാത്രം പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് എനിക്ക് ഈശോയെ പൂർണ്ണമായിട്ടും അനുഗമിക്കാൻ സാധിക്കും. ഇന്ന് എന്നിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട്. പലപ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളോട്, ഇംഗിതങ്ങളോട്, ലോകത്തിൻ്റേതായ ആവശ്യങ്ങളോട്, ആഗ്രഹങ്ങളോടൊക്കെ ഞാൻ യേസ് പറയുന്ന ഒരു മനോഭാവം എന്നിലുണ്ട്. അതൊക്കെ നീക്കം ചെയ്ത് പരിപൂർണ സമർപ്പണത്തിലേക്ക്, സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് കടന്നു വരാനായി നിരന്തരം കർത്താവിനോട് യേസ് പറയാനും നമ്മളോട് തന്നെ നോ പറയാനും നമുക്ക് സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.